ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളത് സപ്പോട്ടയും പാലും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പാലിൻ്റെ കൂടെ സപ്പോട്ട നല്ലൊരു കോമ്പിനേഷനാണെന്നുള്ളത്. ഭയങ്കര അത് സപ്പോട്ട ഈ പാലിനകത്ത് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്മൂത്തിയാണ്. കൂടാതെ നമ്മൾ ചിക്കു ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇനി നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ. നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 വലിയ സപ്പോട്ട ചെറുതായിട്ട് നുറുക്കിയതെടുക്കാം. അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു 10 ബദാമും 10 കാഷ്യൂനട്ടുമാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സപ്പോട്ട കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കു പീസസ് ഇട്ട് കൊടുക്കാം. ഇത് അതേപോലെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ പാലിൻ്റെ മിക്സ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാക്കിയിരിക്കുന്ന ചിക്കു പീസും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ബദാമും ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈൻ ഡേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അതൊരു ഫോക്കിലെടുത്തിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. പിന്നെ ലൈൻ ഡേറ്റ് സിറപ്പ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കു സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ, നല്ല ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.